എനിക്ക് മോഹൻലാലിനോടൊപ്പം പ്രവർത്തിക്കാൻ ഇനിയും അവസരം കിട്ടിയിട്ടില്ല, അത് സംഭവിച്ചില്ല. പക്ഷേ മോഹൻലാലിൻ്റെ കഴിവുകളെപ്പറ്റി അങ്ങേയറ്റം അഭിമാനിക്കുകയും അതിന് ആദരവ് നൽകുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സന്ദർഭവശാൽ പറയട്ടെ, ശ്രീ മോഹൻലാലിന് ആദ്യത്തെ അഭിനയത്തിനുള്ള ആദ്യത്തെ ദേശീയ അവാർഡ് നൽകുന്ന ജൂറിയുടെ അധ്യക്ഷനായിരുന്നു ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് ദേശീയ തലത്തിൽ ഉള്ള ബഹുമതികൾ ആരംഭിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അക്കാര്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇന്ന് 2 ദശാബ്ദം മുമ്പ് ഈ അവാർഡ് എനിക്ക് ലഭിക്കുമ്പോൾ ഇതുപോലെയുള്ള ആഘോഷങ്ങളോ വലിയ ജനങ്ങൾ മുഴുവൻ പങ്കെടുക്കുന്ന ആദരവ് പ്രകടിപ്പിക്കലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും പ്രത്യേക താല്പര്യമെടുത്താണ് അദ്ദേഹത്തിനെ ഇതുപോലെ ആദരിക്കുന്നത്. അതിലെനിക്ക് നിങ്ങളെല്ലാവരോടൊപ്പം എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ വലിപ്പം ഈ വേദി പങ്കിടുന്ന ഓരോരുത്തർക്കും അറിയാം, ഈ സദസ്സിലുള്ള ഓരോരുത്തർക്കും അറിയാം. ഇത് പ്രതിനിധീകരിച്ച ആളാണ് ശ്രീ മോഹൻലാൽ. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ മലയാളിക്കും തങ്ങളുടെ സ്വന്തം പ്രതിബിംബം ഈ നടനിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നമുക്കെല്ലാവർക്കും, നമ്മുടെ മലയാളികളായ അവരെവിടെ ജീവിക്കുന്നവരായാലും അവരുടെ എല്ലാം സ്നേഹപാത്രമായിട്ട് മാറാൻ കഴിഞ്ഞത്. മോഹൻലാലിന് ഇനിയും വരുന്ന എത്രയോ ദശാബ്ദങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്ന അഭിനയ ജീവിതവും കൂടുതൽ വിജയവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. നമസ്കാരം. നന്ദി സർ. ആശംസാ പ്രസംഗത്തിനായി മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ശ്രീമതി അംബികയെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവർക്കും, സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായിട്ട് ഈ ഫംഗ്ഷന് എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കാരണം ലാലേട്ടൻ്റെ ഈ ഫംഗ്ഷൻ, ഇപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്നത് നമുക്ക് മാത്രം ലാലേട്ടനല്ല കേട്ടോ. കാരണം ഞാൻ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ ലാലേട്ടനെ ഒരു പ്രാവശ്യം പോലും, തമിഴ്, തെലുഗു, കന്നഡ, ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഒരിക്കൽ പോലും മോഹൻലാൽ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടേ ഇല്ല. ലാലേട്ടന് കാരണം വയസ്സിൽ മൂത്ത ആൾക്കാർ പോലും നിങ്ങളുടെ ലാലേട്ടൻ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ എന്നാണ് പറയാറ്. സോ അപ്പോൾ എല്ലാവരുടെയും സൗത്ത് ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്നതുകൊണ്ട് എനിക്കതറിയാം. ലാലേട്ടൻ എന്നുള്ള വാക്ക് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ലാലേട്ടൻ്റെ മൈൽ സ്റ്റോണായിട്ട് മാറിയിട്ടുള്ള 2 പടങ്ങൾ, വിൻസെൻ്റ് ഗോമസിൻ്റെ കൂടെ ആൻസി ആയിട്ടും സാഗർ ഏലിയാസ് ജാക്കിയുടെ കൂടെ അശ്വതി വർമ്മയായിട്ടും അഭിനയിക്കാൻ കഴിഞ്ഞ എനിക്ക് ഈ ഫംഗ്ഷന് വരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഒരു ഡയറക്ടർ ഇവിടെ ഇരിക്കുന്നുണ്ട്, മജിസ്ട്രേറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഫംഗ്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതെനിക്കൊരു വലിയൊരു മിസ്സിങ് ആയിട്ട് ഫീൽ ചെയ്തിന്. അതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ഒപ്പം ലാലേട്ടൻ ഈ അവാർഡ്സ് ഇത്രയും നല്ല വളരെ വളരെ വർഷങ്ങൾ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇതുപോലെ വീണ്ടും അവാർഡ്സ് കിട്ടുമ്പോൾ എന്നെയും വിളിച്ച് വീണ്ടും ലാലേട്ടനെ കാണാൻ, നിങ്ങളോടൊപ്പം കാണാൻ ഇവിടെ വരാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.